ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യാവകാശ പ്രവർത്തന രംഗത്ത് 7 പതിറ്റാണ്ട് നിസ്തുല സേവനം അനുഷ്ഠിച്ച അഡ്വക്കേറ്റ് VMK അഹമ്മദിനെ മനുഷ്യാവകാശ ദിനത്തിൽ സൗഹൃദവേദി തിരൂർ ആദരിച്ചു. തിരൂരിലെ സാധാരണക്കാരുടെയും വെറ്റില കയറ്റുമതിക്കാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പഴയ കാലത്ത് നിരവധി കേസുകൾ നടത്തി അവർക്ക് അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യ നിയമസഹായവും അദ്ദേഹം ചെയ്തിരുന്നു. തിരൂരിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. മറുപടി പ്രസംഗത്തിൽ പുതിയ തലമുറ മനുഷ്യാവകാശങ്ങൾ മാനിക്കുന്നതിനും മുതിർന്നവർക്ക് അത് അനുവദിച്ചു കൊടുക്കുന്നതിനും ശ്രദ്ധ പതിപ്പിക്കണമെന്ന് അദ്ദേഹം ഉദ്ബോധിച്ചു. MSS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു പൊന്നാട അണിയിച്ച് ആദരിച്ചു. സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് KP റഹ്മത്തുള്ള, സെക്രട്ടറി KK റസാഖ് ഹാജി, നാഫ് സെക്രട്ടറി സഗീർ വെള്ളക്കാട്ട്, ഷമീർ കളത്തിങ്കൽ, പാറയിൽ ഫസലു, അബ്ദുൽ ഖാദർ കൈനിക്കര, ബൈജു ജാൻ, ചാക്കോ എന്നിവർ സംസാരിച്ചു. മനുഷ്യാവകാശ ലംഘന ദിനമാണ്. ആ ദിനത്തിൽ നമ്മുടെ സൗഹൃദവേദി നമ്മുടെ പ്രിയങ്കരനായ തിരൂരിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറയാം, നമ്മുടെ അഡ്വക്കേറ്റ് VMK അഹമ്മദ് സാഹിബിനെ ആദരിക്കാൻ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല സന്ദേശമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ മുതിർന്നവരും കുട്ടികളും തമ്മിൽ വലിയ അന്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ റെസ്പെക്റ്റുകളൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കാൻ സാധിക്കും. മുതിർന്നവരെ എങ്ങനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ സൗഹൃദവേദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിന് തിരഞ്ഞെടുത്ത ഒരു വ്യക്തി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ തിരൂരിലെ ഏകദേശം 65 വർഷത്തിലധികം അഭിഭാഷക വൃത്തിയിലുള്ള നമ്മുടെ അഡ്വക്കേറ്റ് VMK അഹമ്മദ് സാഹിബിനെ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ സന്ദേശം നമ്മളെല്ലാവരും ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യണം. അഡ്വക്കേറ്റ് VMK അഹമ്മദ് സാഹിബിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, അത് ഇവിടെ വന്ന കാലത്ത് ഒരുപാട് വെറ്റില കച്ചവടക്കാർ തിരൂരുണ്ടായിരുന്നു. അവർക്ക് ഉറുദു ഭാഷ മാത്രം അറിയുമായിരുന്നു. അവരൊരുപാട് റെയിൽവേൻ്റെയും മറ്റുദ്യോഗസ്ഥന്മാരെയൊക്കെ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ അവർ നേരിട്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് കോടതികളിൽ വാദിക്കുകയും അവരെ ഈ വെറ്റില കച്ചവടം തിരൂരിൻ്റെ ഒരു ബ്രാൻഡായിട്ട് തന്നെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്ത വലിയൊരു മനുഷ്യനാണ് VMK അഹമ്മദ് സാഹിബ്. അതുമാത്രമല്ല, സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരിലും അതുമായി ബന്ധപ്പെട്ട വേദികളിലും കോടതികളിലുമൊക്കെ കേസ് നടത്തുകയും പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കേസുകൾ വിജയിപ്പിക്കുകയും തിരൂരിലും പരിസരങ്ങളിലുമുള്ള നിരവധി ആളുകളുടെ അവകാശങ്ങളെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്ത വലിയ മനുഷ്യനാണ് VMK. മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുന്നിലാണെങ്കിലും കോടതികളുടെ മുന്നിലാണെങ്കിലും ഒക്കെ സാധാരണ ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് വാദിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മൾ സൗഹൃദവേദി VMKനെ ആദരിക്കാൻ തീരുമാനിച്ചത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 100 വയസ്സ് തികഞ്ഞ അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തന രംഗത്തും മനുഷ്യാവകാശ സംരക്ഷണ രംഗത്തും ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ് എന്നാണ് സൗഹൃദവേദി മനസ്സിലാക്കുന്നത്. പുതിയ തലമുറ ശ്രമിക്കണം. പുതിയ തലമുറയ്ക്ക് ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ. പുതിയ തലമുറയെ ആ കാര്യത്തിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏർപ്പാട് വല്ലതുണ്ടെങ്കിൽ നമുക്കത് ചെയ്യിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു വിനീതമായ എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും അധ്വാനമുണ്ട്, അതതിൻ്റെ രൂപത്തിൽ മാറ്റമുണ്ടെന്നല്ലാതെ കൊണ്ട് എല്ലാവരും അധ്വാനിച്ചുകൊണ്ട് ആണ് ജീവിക്കുന്നത്. ഞാനിവിടെ വന്ന കാലത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതാണ്ട് 60 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 65 കൊല്ലം മുൻപായിരിക്കും ഞാനിവിടെ എത്തിയിട്ടുണ്ടാവുക. ഇവിടെ എന്തിനെത്തി, എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ അതൊരു ഒരു പ്രത്യേക ദൈവികമായ ഒരു തോന്നിക്കൽ എന്നല്ലാതെ കൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കാരണം അതനുസരിച്ച് സമ്മതിച്ചു, ഇവിടെ വന്ന് നിന്നു. ഇവിടെ വന്ന കുറേ ജീവിതത്തിൻ്റെ ജീവിതം വ്യത്യാസപ്പെട്ട ഒരു ജീവിതമായി മാറി. ഞാനൊരു കച്ചവടക്കാരൻ്റെ സഹായിയായിട്ട് ഇവിടെ എത്തും എന്ന് ഒരു കാലത്തും വിചാരിച്ചിട്ടില്ല. ഇവിടുത്തെ വെറ്റില കച്ചവടക്കാരുടെ ഒരു സഹായി എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ തുടങ്ങിയ കാലത്ത്. അത് പിന്നെ ഈ നിലയ്ക്ക് മാറിപ്പോയി എന്നല്ലാതെ അതിനെപ്പറ്റി ആ കാലഘട്ടത്തെ സംബന്ധിച്ചോ
അതിനുശേഷം ഉണ്ടായ മാറ്റത്തെ സംബന്ധിച്ചോ പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ മാനസികമായ നിലപാട്. നിങ്ങളെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ, ലോക മനുഷ്യാവകാശ ദിനത്തിൽ നമ്മളുടെ ഏറ്റവും കാരണവരായിട്ടുള്ള VMK അഹമ്മദ് സാഹിബിൻ്റെ ഒരു സൗഹൃദം പങ്കിടാൻ വേണ്ടിയിട്ടാണ് സൗഹൃദവേദി തിരൂരിവിടെ എത്തിയിട്ടുള്ളത്. അത് ഇന്നിപ്പോൾ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് പുതുതായിട്ടുള്ള ക്യാപ്ഷൻ ഇറക്കിയിട്ടുള്ളത് കൃഷിയിടം മുതൽ ഓഫീസ് വരെയുള്ള ജീവനക്കാരുടെ മാനസിക സംഘർഷം ഒഴിവാക്കുക എന്ന ക്യാപ്ഷനാണ് ഈ പ്രാവശ്യത്തെ നമ്മളെ മനുഷ്യാവകാശ ദിനത്തിൽ കാര്യമായിട്ട് നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് ഞങ്ങൾ പുതുതലമുറയ്ക്ക് വേണ്ടി കൈമാറുകയാണ്. ഒത്തിരി ഇപ്പോൾ KPOയും ഡോക്ടർ ഹസൻ ബാബു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ രണ്ടാമത് പറയുന്നില്ല. പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് തിരൂർ സൗഹൃദവേദി ചെറിയ ഒരു സന്ദേശം, നല്ല സന്ദേശം ഇത്രയേ ഉള്ളൂ. കൃഷിയിടം മുതൽ ഓഫീസ് വരെയുള്ളവരുടെ മാനസിക സംഘർഷം ഒഴിവാക്കുക എന്ന ക്യാപ്ഷൻ നിങ്ങളെല്ലാവരും മനസ്സിലേറ്റിക്കൊണ്ട് അതുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് സഹകരിച്ച വക്കീലിനും കുടുംബത്തിനും ആയുസ്സും ആരോഗ്യവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. പ്രിയമുള്ളവരെ, തിരൂർ സൗഹൃദവേദിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. നീതിക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന നമ്മുടെ അഹമ്മദ് വക്കീലിനെ ഈ മനുഷ്യാവകാശ ദിനത്തിൽ നമ്മൾ ഹോണർ ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മൾ ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ അവർക്കുള്ള അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കാനും അതിനുള്ള നീതിബോധം അവർക്ക് എത്തിക്കാനും വേണ്ടി ഉള്ള ഈ ഡേൻ്റെ വിഷൻ തീർച്ചയായിട്ടും കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ മാക്സിമം നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോട് കൂടിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. മുതിർന്ന അഭിഭാഷകനായ VMK അഹമ്മദ് സാഹിബിനെ ആദരിക്കുക എന്ന ചടങ്ങാണ് തിരൂർ സൗഹൃദവേദി ലോക മനുഷ്യാവകാശ ദിനത്തിൽ ആചരിക്കുന്നത്. ഈ ശുഭമുഹൂർത്തത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നതോടൊപ്പം തന്നെ അഹമ്മദ് വക്കീലിന് ദീർഘായുസ്സും ആരോഗ്യവും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രത്യേക ദിനത്തിൽ നമ്മുടെ അഹമ്മദ് വക്കീൽ സാറിനെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാ ലോക അവകാശം നിഷേധിക്കപ്പെട്ട ലോക ജനതക്കും വിശിഷ്യ ഇന്ത്യൻ ജനതക്കും ഈ ദിനത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ഈ പരിപാടി സംഘടിപ്പിച്ച സൗഹൃദവേദിക്ക് എൻ്റെ സ്വന്തം പേരിലും നാബ്സ് തിരൂരിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.